പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇവര് അള്ളാഹുവിനെ ആരാധിച്ചിട്ടുണ്ട്, പലപ്പോഴും പല കാര്യങ്ങളിലും അവർ നോമ്പെടുത്തു, അതേപോലെ തവാഫ് ചെയ്തു, ഹജ്ജ് ചെയ്തു, അറവ് നടത്തി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അത് പറഞ്ഞപ്പോ മൂപ്പര് പറയണേ, മൗലവി നിങ്ങൾക്ക് ഖുർആനോ തിരിയില്ല, ഹദീസോ തിരിഞ്ഞില്ല, തഫ്സീറോ തിരിഞ്ഞില്ല, ഒന്നും വേണ്ട, 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാവുന്ന ഒരു ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെങ്കിലും പഠിച്ചുകൂടായിരുന്ന മൗലവി നിങ്ങൾക്ക്? അപ്പൊ അതിലെന്താ? അതിൽ പറയുന്നുണ്ട്, വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, നിങ്ങൾ ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിക്കുന്നുണ്ട്, ഉറപ്പാണല്ലോ, അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്. അപ്പൊ അവനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. എന്നിട്ട് മൗലവി ഇവിടെ വന്നിട്ട് എന്ത് പറയുന്നു? അബൂജഹൽ അള്ളാഹിനെ ആരാധിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെങ്കിലും പഠിച്ചുകൂടായിരുന്നോ എന്നാണ് ചോദ്യം. എന്താ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനിൽ പറഞ്ഞതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെങ്കിലും പഠിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കണ വമ്പെന്ന് കേട്ടോളി. അബൂജഹൽ അള്ളാഹ്ക്ക് ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അള്ളാഹ്ക്ക് ചെയ്തു എന്ന് ഇബാദത്തുകളെന്നല്ലേ പറഞ്ഞത്? ഓ മൗലവി, കിതാബ് നിങ്ങൾ ഓതിയില്ല, തഫ്സീർ നിങ്ങൾ പഠിച്ചില്ല, ഹദീസ് നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾക്കൊരു ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെ പഠിച്ചുകൂടായിരുന്നോ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെ നമ്മുടെ ചെറിയ മക്കൾ 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു സൂറത്ത്, അതൊന്ന് പഠിച്ചുകൂടായിരുന്നോ? തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു ഖുൽ ഹുവല്ലാഹു പഠിച്ചുകൂടായിരുന്നോ? ഒരു ഖുൽ ഹുവല്ലാഹ് 2ാം ക്ലാസ്സിലെ കുട്ടികൾ കാഫിറൂന സൂറത്ത് പഠിക്കുന്നതിന് മുമ്പ് പഠിക്കണതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഒരു ഖുൽ ഹുവല്ലാഹ് പഠിച്ചുകൂടായിരുന്ന പേരോടെ? എന്താ ഖുൽ ഹുവല്ലാഹു അഹദിലുള്ളത്? നിങ്ങൾ ആകെ വാദിച്ചു കൊണ്ടുവരുന്നത് എന്താ? നിങ്ങൾ എന്ത് കെണിഞ്ഞ് ശ്രമിച്ചാലും നിങ്ങളുടെ വാദത്തിന്റെ ആകത്തുക എന്താ? ഇവർ അള്ളാഹ് എന്നൊരു ശക്തിയിൽ വിശ്വസിച്ചിട്ടില്ല എന്നല്ലേ? അള്ളാഹിനെ അവർക്ക് അറിയില്ല എന്നല്ലേ? അള്ളാഹിനെ അവർ സമതായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നല്ലേ? അള്ളാഹ് എന്നൊരു വേറൊരു സങ്കല്പത്തിലുള്ള ഒരു സാധനത്തിന് പേരിട്ടു എന്നല്ലേ? ഒരു ഖുൽ ഹുവല്ലാഹ് പഠിച്ചുകൂടായിരുന്ന പേരോടെ? പഠിച്ചിട്ടുണ്ടെങ്കിൽ വിഡിത്തം പറയോ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്താ അതിൽ പറയുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ നബിയെ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു സ്വമദ്, അല്ലാഹു സമദാകുന്നു. ഇനി നോക്കൂ, അവിടെ നിങ്ങൾ എന്ത് ശ്രദ്ധിച്ചോ? വ അമ്മസ് സ്വമദു ഫഹുവല്ലദീ യകൂനു മസ്മൂദൻ ഇലൈഹി ഫിൽ ഹവായിജി വഹാദാ കാന മഅലൂമൻ ലിൽ അറബി ബൽ അക്സരിൽ ഖൽഖി അലാ മാ ഖാല വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്. എന്താണ് അതിൽ പറയുന്നതെന്നോ? ഒരു ഭാഷാപരമായ ചർച്ച ഇവിടെ പറയുന്നുണ്ട് പണ്ഡിതന്മാർ. എന്താ ചർച്ച എന്നറിയോ? ഖുൽ ഹുവല്ലാഹു അഹദ് എന്നല്ലേ പറഞ്ഞത്? നേരെ മറിച്ച് അല്ലാഹു സ്വമദ് എന്ന് പറയാതെ അസ്വമദ് എന്നല്ലേ പറഞ്ഞേ? അതാ ചർച്ച. ഖുൽ ഹുവല്ലാഹു അൽ അഹദ് എന്ന് പറയാതെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞു. അല്ലാഹു സ്വമദുൻ എന്ന് പറയാതെ അല്ലാഹു സ്വമദ്, അസ്വമദ് എന്ന് അലിഫ്ലാമിട്ട് പറയാൻ എന്താ കാരണം എന്നതാണ് അവിടെ ഭാഷാപരമായ ചർച്ച. അതിന് കാരണം പറഞ്ഞതാണ്. എന്താ കാരണം എന്നറിയോ? സ്വമദ് എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ അർത്ഥം എന്താ? ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോ ഏതൊന്നിലേക്കാണോ അഭയം പ്രാപിക്കുന്നത് അവനാണ് സമദ്. ഇതിപ്പോ ഈ കാര്യം അള്ളാഹുവിലേക്കാണ് അഭയം പ്രാപിക്കുന്നത് എന്ന ഈ കാര്യം വഹാദാ കാന മഅലൂമൻ ലിൽ അറബി മജ്ഹൂലൻ ലിൽ അറബി എന്നല്ല, അറബികൾക്ക് അറിയില്ലായിരുന്നു എന്നല്ല. വഹാദാ കാന മഅലൂമൻ ലിൽ അറബി, അള്ളയാണ് സമദെന്ന ഈ കാര്യം ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിച്ചെല്ലേണ്ടുന്ന കേന്ദ്രം, ഒരാളുടെയും ആശ്രയമില്ലാത്ത സ്വയം പര്യാപ്തൻ എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയുള്ള ശക്തി അള്ളയാണ് എന്ന കാര്യം അറബികൾക്ക് അറിയാമായിരുന്നു. അറബികൾ മാത്രല്ല, ബല്ല് അക്സരിൽ ഖൽഖി, മഹാഭൂരിപക്ഷം വരുന്ന പടപ്പുകൾക്കും അറിയാമായിരുന്നു. അലാമാ ഖാല, കാരണം അള്ളാഹ് പറഞ്ഞ തെളിവാ ഉദ്ധരിക്കുന്നത്, വലയിൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്, ആരാണ് അവരെ സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ അള്ളയാണെന്ന് അവർ പറയുക തന്നെ ചെയ്യും. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ് പഠിച്ചാല് എന്ത് കിട്ടും? അള്ളാനെ അവർ അറിഞ്ഞൂനായിട്ട് അറിഞ്ഞില്ല എന്നല്ല. ശരി, അപ്പൊ ഖുൽ ഹുവല്ലാഹ് എന്ന് പഠിക്കുക. ഇനി പറയാനുള്ളത് എന്താ? എന്നാ പിന്നെ എന്താണ് ആയത്തിൽ പറഞ്ഞത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് നബി പറഞ്ഞില്ലേ? ശരിയല്ലേ? ശരിയാണ്.
ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. ആര് പറയുന്നു? നബിയോട് പറയണമല്ല. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹിനെ ആരാധിച്ചിട്ടുണ്ട്, ആർക്കും തർക്കല്ല. അവനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെ ഇത് ശരിയാവുക? അള്ളാഹിനെ ആരാധിച്ചു എന്ന് നമ്മൾ പറയാം, ആരാധിച്ചില്ല എന്നുള്ള പറയാം. അതെന്താന്ന് മനസ്സിലായിക്കോ. എന്താണ് ആ പറഞ്ഞത്? അള്ളാഹ് അവരുടെ ആരാധനയായിട്ട് അംഗീകരിക്കണില്ല. അവരല്ലാഹിനെ ആരാധിക്കണില്ല എന്നല്ല, അവരല്ലാഹ് ഇങ്ങനെ ആരാധിച്ചു നോക്കുന്നുണ്ട്. അവരല്ലാഹിനെ ആരാധിക്കണൊക്കെ ഉണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, അറവ് നടത്തുന്നുണ്ട്, നേർച്ചയാക്കുന്നുണ്ട്, പലരും ചെയ്തു നോക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒക്കെ ചെയ്യുന്നത് ഏത് രൂപത്തിലാ? ശിർക്കും കൂടി ചെയ്തിട്ടാ. ഇപ്പൊ മുശ്രിക്കിന്റെ ഇബാദത്തായിട്ട് അള്ളാഹ് പരിഗണിക്കണില്ല, അവർ ചെയ്യണില്ല എന്നല്ല, ഇബാദത്ത് അവർ ചെയ്യുന്നുണ്ട്. ആർക്ക്? അള്ളാഹ്ക്ക് ചെയ്യുന്നുണ്ട്. അള്ളാഹ്ക്ക് അവർ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ അള്ളാഹ് അത് പരിഗണിക്കണില്ല. എന്താ കാരണം? ലിഅന്നകും തഅബുദൂനഹു മുശ്രികീന. ഖുർതുബിയിൽ കാണാം, തഫ്സീർ ഖുർതുബിയിൽ, ലിഅന്നകും തഅബുദൂനഹു, നിങ്ങൾ അവനെ ആരാധിക്കുന്നത് മുശ്രികീന, മുശ്രിക്കീങ്ങളായ നിലക്കാണ്. അപ്പൊ ശിർക്ക് വെച്ചുകൊണ്ടാണ് അവൻ ആരാധിക്കുന്നത്, അത് അള്ളാഹ് പരിഗണിക്കണില്ല. അതേപോലെ തന്നെ കൽപ്പിക്കപ്പെടാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, അള്ളാഹ്ക്ക് ഇബാദത്ത് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ കുറെ ചെയ്തു കൂട്ടുന്നുണ്ട്. അതൊക്കെ അള്ളാഹ് ഇബാദത്തായിട്ട് പരിഗണിക്കുന്നില്ല. ചെയ്യുന്നതായിരിക്കാം അള്ളാഹ്ക്കാണ്, പക്ഷെ അവൻ പരിഗണിക്കുന്നില്ല. ഏതുപോലെ ഇല്ലാത്തൊരു നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ നിസ്കരിക്കുന്നു എന്ന് സങ്കല്പിക്കും. ഒരാള് ളുഹറിന്റെ അസറിന്റെ കടിയിൽ ഒരു സ്പെഷ്യൽ നിസ്കാരം ഉണ്ടാക്കി, ഒരു 5 റക്അത്ത് നിസ്കാരം ഒരാൾ ഉണ്ടാക്കി. ആർക്ക് വേണ്ടി നിസ്കരിക്കണ്? അള്ളാഹ്ക്ക് വേണ്ടി തന്നെ. അള്ളാഹ്ക്ക് വേണ്ടി തന്നെ ഒരാൾ നിസ്കരിക്കുന്നു. അള്ളാഹു അത് അള്ളാഹിനെ ആരാധിച്ചതായിട്ട് പരിഗണിക്കൂല. കാരണം എന്താ? പടച്ചോൻ പറഞ്ഞ രൂപത്തിൽ അള്ളാഹ് കൽപ്പിച്ചത് ചെയ്യുമ്പോഴാണ് ഇബാദത്താവുക. അള്ളാഹ് കൽപ്പിച്ച രൂപത്തിലും വിരോധിച്ചത് ഒഴിവാക്കിയും കൊണ്ട് ചെയ്യുമ്പോഴേ അള്ളാഹ് എന്തായി പരിഗണിക്കൂ? ഇബാദത്തായി പരിഗണിക്കൂ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ത്? നിങ്ങൾ ഇബാദത്ത് ചെയ്യാനുള്ളത് അള്ളാഹ് പരിഗണിക്കുന്നില്ല, അതുകൊണ്ട് ഫലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അള്ളാഹിനെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനെ ഒരു ഖാലിഖായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നല്ല, ഖാലിഖായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നൊക്കെ ഉണ്ട്, അള്ളാഹ്ക്കാന്ന് പറഞ്ഞിട്ട് പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അള്ളാഹ് എന്ത് ചെയ്യുന്നില്ല? പരിഗണിക്കുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞത്. പിന്നെ മൂപ്പര് പറയണ, നമ്മളോട് നേരത്തെ നിങ്ങൾ ചോദിച്ചു കേട്ടില്ലേ, തഫ്സീർ നിങ്ങൾ പഠിച്ചില്ല, കിതാബ് നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾ ഒന്നും പഠിച്ചില്ല, ഒരു യായുൽ കാഫിറോടെങ്കിലും പഠിച്ചുകൂടായിരുന്നോ? എന്ത് പറഞ്ഞതിന്? അവര് നോമ്പെടുത്തിരുന്നു, അവര് ഇത്തികാഫിൽ നേർച്ചയാക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞതിന്. സഹോദരന്മാരെ, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഹദീസാ. അവര് മുഹറം 10 നോമ്പെടുത്തിരുന്നു എന്ന ഹദീസ് ഞാൻ ഉണ്ടാക്കിയതാണോ? അവര് ഇത്തികാഫിരിക്കാൻ നേർച്ചയാക്കി എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയതാണോ? അവര് തെൽബിയത്ത് ചൊല്ലി ഞാൻ ഉണ്ടാക്കിയതാണോ? അവര് തവാഫ് ചെയ്തു ഞാൻ ഉണ്ടാക്കിയതാണോ? അല്ല. ഇതൊക്കെ പണ്ടേ ആര് പറഞ്ഞു തന്നതാ? പണ്ടേയുള്ള മുൻഗാമികളൊക്കെ പറഞ്ഞു തന്നതാ. ബുഖാരിയിലില്ലേ ഈ സംഭവം? മുസ്ലിമിലില്ലേ? അതേപോലെ തന്നെ റാസിയിലില്ലേ? ഖുർതുബിയിലില്ലേ? ഏത് പണ്ഡിതന്മാരാ പറയാത്ത? ഈ പണ്ഡിതന്മാരോടൊക്കെ പേരോടിന്റെ ചോദ്യം എന്താ? നിങ്ങൾക്കൊരു കുല്യായുൽ കാഫിറൂനെങ്കിലും പഠിച്ചുകൂടായിരുന്നോ തബരി? നിങ്ങൾക്കൊരു കുല്യായുൽ കാഫിറൂനെങ്കിലും പഠിച്ചുകൂടായിരുന്നോ റാസി? ബുഖാരി ഇമാം നിങ്ങൾക്കൊരു കുല്യായുൽ കാഫിറും പഠിച്ചുകൂടായിരുന്നു. കാരണം അവരൊക്കെ കിതാബിനായി വായിക്കുന്നത് എന്ത്? ഇവരിങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി ഇങ്ങനെ നോമ്പെടുത്തിരുന്നു എന്നൊക്കെ. അപ്പൊ അതൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും, ഇതൊക്കെ ആർക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. എന്ത്? അവര് അള്ളാനെ അറിഞ്ഞിട്ടുണ്ട്, ആ കാര്യമൊക്കെ അവർക്ക് ബോധ്യാണ്. പിന്നെ അവര് പറയാണ്, എന്തൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കേട്ടോളിൻ, എന്തൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് നിങ്ങളെ നാവുകൊണ്ട്? ഞാൻ വിളിച്ചു പറഞ്ഞതല്ലോ, ഇമാമിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ ഉദ്ധരിച്ചതല്ലേ? കേട്ടോളൂ, എന്തൊക്കെയാ നിങ്ങളെ നാവുകൊണ്ട് വിളിച്ചു പറഞ്ഞത്? നിങ്ങളല്ലേ മൗലവി നാദാദത്ത് വന്നല്ലേ നിങ്ങൾ പ്രസംഗിച്ചത്? അബൂജഹലും കൂട്ടരും അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്തോന്നും ഈത്തിക്കാഫിൽ തോന്നും എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത്? എന്തൊക്കെയാണ് അതുകൊണ്ട് വിളിച്ചു പറഞ്ഞത്? നാദാദത്ത് വന്നിട്ട് സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ആ സൂറത്ത് പോലും പഠിച്ചില്ലല്ലോ നിങ്ങൾ. കണ്ടോ എന്തൊക്കെയാ നിങ്ങൾ വിളിച്ചു പറഞ്ഞു? ഞാൻ വിളിച്ചു പറഞ്ഞതാ? ഇതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞതാ. ഇല്ലെങ്കിൽ അതില്ല, നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞാൽ മതി. സലഫി ബടെ ഹദീസ് ഓതിയത് ഏത്? അവര് പിന്നെ മുഹറം 10 നോമ്പെടുത്തിരുന്നു, ഈത്തികാഫ് നേർച്ചയാക്കിയിരുന്നു, തവാഫ് ചെയ്തിരുന്നു, തെൽബിയത്ത് ചൊല്ലിയിരുന്നു, ഹജ്ജിന് ചെയ്തിരുന്നു, മുസ്ദലിഫയിൽ നിന്നിരുന്നു. ഇതൊക്കെ എല്ലാം നിങ്ങളൊരു പറയും. അതൊക്കെ ഉള്ളതല്ലേ? ഞാൻ ഉണ്ടാക്കിയതാ? അതൊക്കെ ഉണ്ട്, ഇല്ല എന്ന് നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറ. ഹദീസ് ഒന്നും ശരിയല്ല എന്ന് നിങ്ങളൊരു പറയും. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പറയണ അതേ അള്ളാനെ തന്നെയാണ് അവരും അള്ളാന്ന് വിളിച്ചത്. അതല്ലെങ്കിൽ പടച്ചതമ്പുരാൻ എന്തിനാണ് ദേഷ്യപ്പെട്ടത്? അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ദേഷ്യം പിടിച്ചില്ലേ? അള്ളാഹുവിനെ പറ്റി അവരെന്ത് പറഞ്ഞു? വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ,
അവര് പറഞ്ഞു റഹ്മാനായ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു. അള്ളാഹ് കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി പടച്ചോൻ എന്താ പറഞ്ഞത്? വമ്പിച്ച വാക്കാ നിങ്ങളാ പറഞ്ഞേട്ടോ. ആകാശം പൊട്ടിപ്പൊളരും, ഭൂമി വിണ്ടുകീറുന്ന വർത്താന, പർവ്വതം കിടുകിടുക്കണ വർത്താനാ നിങ്ങൾ പറഞ്ഞത്. അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്നുള്ളത്. അള്ള എന്തിനാ ദേഷ്യപ്പെടുന്നത്? അള്ളാഹ്ക്ക് ഇത്ര വിചാരിച്ചാ പോലെ അത് ഇന്നെ പറ്റിയല്ല. അത് അവർക്ക് ഏതോ ഒരു അള്ളുണ്ട്, അവർക്ക് ഏതോ ഒരു സങ്കല്പത്തിലൊരു അള്ളുണ്ട്. ആ അള്ളാഹ്ക്ക് കുട്ടി ഉണ്ടായിക്കോട്ടെ, എനിക്കെന്താ ഛേദം എന്ന് പറഞ്ഞാ പോരെ. പക്ഷേ അള്ളാഹു എന്താ പറഞ്ഞത്? ഭയങ്കര ഗൗരവമുള്ള വാക്കാ നിങ്ങൾ പറഞ്ഞത്. അള്ളാഹു ദേഷ്യം പിടിച്ചു, ദേഷ്യപ്പെട്ടു. എന്താ കാരണം? അത് അള്ളാനെ തന്നെയാ പറഞ്ഞത്. നമ്മൾ പറയണ അതേ അള്ളാനെ പറ്റി തന്നെ കുട്ടിയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ദേഷ്യപ്പെട്ടത്. ഇതേത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, ആകാശഭൂമികളുടെ സൃഷ്ടാവ് ആരാണ് എന്ന് പറഞ്ഞാൽ അവരും അള്ളയാണ് എന്ന് പറയും. ആരാ നിങ്ങളെ പടച്ചത്, നിങ്ങളെ മുമ്പുള്ളവരെ പടച്ചത് എന്നൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ അർത്ഥങ്ങളിലുള്ള വചനങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടെന്ത്? അതായിരുന്നു അവരുടെ വിശ്വാസം എന്ന്. അവർ അള്ളാനെ വിശ്വസിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ അവർ അള്ളയാണ് ഖാലിഖ്, അള്ളയാണ് റാസിഖ് എന്നൊക്കെ അതായിരുന്നു അവരുടെ വിശ്വാസം എന്ന് ഫദാലിക ഈമാനുഹു എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആ ഇബാറത്ത് വായിച്ചപ്പോ മൂപ്പര് വെച്ചൊരു അർത്ഥം നോക്കണം, ഭയങ്കര രസമാണ്. മൂപ്പരയിന് വെച്ച അർത്ഥം എന്താ അറിയോ? മൗലവി ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഫദാലിക ഈമാനുഹും, അത് അവരുടെ ഈമാനായിരുന്നു എന്നാണ്, വിശ്വാസമായിരുന്നു. മൂപ്പര് പറയണ അതല്ല ഇതിന്റെ അർത്ഥം മൗലവി. പിന്നെന്താ? മൂപ്പരൊരു ഉദാഹരണവും പറഞ്ഞു. കുട്ടികളിലെ പുട്ട് ചുടുന്ന മണ്ണോണ്ട്, കുട്ടികൾ മണ്ണോണ്ട് പുട്ടിയിട്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ ആ പുട്ടാണ് തട്ടിക്കളയും. എന്നിട്ട് കുട്ടികൾ അറിയും അതാണോ എന്റെ പുട്ട്, ഏത് പുട്ടല്ലോ, അതാണോ എന്റെ പുട്ട്. ഇതേമാതിരി അള്ള പറയണത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അവര് പറയും, നിങ്ങൾ പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവര് പറയും അള്ളയാണ്, അള്ളയാണ് എന്ന് പറയും. ഞാൻ ആ കേൾപ്പിച്ച വാചകം ഞാൻ നിങ്ങൾ ആദ്യം കേൾപ്പിക്കട്ടോ. എന്താണ് ഞാനെന്ന് വായിച്ചത്?